നമസ്കാരം. ഇന്ന് തിരുവോണ നാളാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. ഈ തിരുവോണ നാളിലേക്ക് കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കൊപ്പം തന്നെ ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായ 4 ലക്ഷത്തോളം തയ്യൽ തൊഴിലാളികൾക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ ഓണാശംസകൾ നേരുകയാണ്. ഈ ഓണത്തിൻ്റെ നമ്മുടെ ഏറെ ശ്രദ്ധേയമായ സന്തോഷമെന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ 1 വർഷമായി തുടക്കം കുറിച്ച CSR ഫണ്ടിലൂടെ നാം നേടിയ തയ്യൽ തൊഴിലാളികൾക്ക് ഏറെ ഉപകാരപ്രദമായ പവർ മെഷീൻ നമുക്ക് ഈ വർഷം ഓണത്തിൻ്റെ ഓണസമ്മാനമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് 90 പേർ കൂടെ കൊടുക്കാൻ അനുമതി പത്രം നമുക്ക് കൈമാറിയ സുദിനം കൂടാണ്. അത്രയും മെഷീൻ നമ്മൾ കഴിഞ്ഞ 25 ജൂലൈ മാസത്തിൽ സംസ്ഥാന സമ്മേളനത്തിൻ്റെയോടനുബന്ധമായി 14 ജില്ലയ്ക്കൂടായി 105 മെഷീൻ വിതരണം തുടങ്ങിയതിന് തുടർച്ചയായി സിംഗർ മെഷീൻ തന്ന മെഷീൻ 2ാം ഘട്ടമായിട്ടും നമ്മുടെ ലേബർ ട്രസ്റ്റിൻ്റെ വകയായിട്ട് 3ാം ഘട്ടവും ഇത് 3ഉം കൊല്ലം ജില്ലയിൽ വെച്ച് തന്നെ വിതരണം നടത്തപ്പെടുകയും കേരള ഗ്രാമീൺ ബാങ്ക് തന്ന 4 മെഷീൻ കോഴിക്കോട് ജില്ലയിൽ വെച്ച് വിതരണം നടത്തുകയും ചെയ്തതിന് തുടർച്ചയായി ഈ കിട്ടിയ മെഷീൻ ഓണം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് അവൈലബിളായ സമയം നോക്കി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് വിതരണം നടന്ന് കഴിയുമ്പോൾ തൃശ്ശൂരിൽ നമ്മുടെ പരിശീലനം സിദ്ധിച്ച തയ്യക്കാർക്ക് തൃശ്ശൂരിലേക്കും തുടർന്ന് കോഴിക്കോട്ടേക്കും ഈ പവർ മെഷീൻ്റെ വിതരണം നടത്തപ്പെടാൻ പോകുന്ന ഏറെ സന്തോഷകരമായ ഒരു വാർത്ത ഈ സുദിനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഈ ഓണം ആയപ്പോഴത്തേക്ക് നമ്മൾ ടൈലറിംഗ് ലേബേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നാം നടപ്പിലാക്കിയ പരിശീലനം, ഉൽപ്പാദനം, വിപണനം, ക്ഷേമം എന്ന നമ്മുടെ ആ ആശയം നമ്മൾ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 530-ലധികം സംരംഭകരെയും 400-ലധികം തയ്യൽ പരിശീലിപ്പിച്ച് തൊഴിൽദാതാക്കളാക്കിയ സാഹചര്യവും നമുക്കേറെ സന്തോഷം ഉളവാക്കുന്ന വാർത്തയാണ്. നമുക്കറിയാം, 2026 ജനുവരിയിലെ നമ്മളത് വിഷൻ 2031 നിലയിൽ മുന്നോട്ട് വെച്ച നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് 2031 ഡിസംബറിനുള്ളിൽ 10,000 പേർക്ക് തൊഴിലും 10,000 പേർക്കും CSRലൂടെ പവർ മെഷീൻ സൗജന്യമായും കൊടുത്ത് നിത്യവരുമാനം നേടിക്കൊടുക്കുക എന്ന് പറയുന്ന നമ്മുടെ സ്വപ്ന പദ്ധതി വിജയപഥത്തിൽ ഇന്ന് വളരെ വിജയപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സംഘടനയുടെ അനുബന്ധ പ്രവർത്തനമെന്ന നിലയിൽ നാം യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുന്നതിനോടൊപ്പമാണ് നമ്മുടെ സർക്കാരും നമ്മളുമായി ചേർന്ന് നടത്തുന്ന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് നാം നടത്തിയ പോരാട്ടങ്ങൾ പല ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ അതിനെ അട്ടിമറിച്ചു. ഒരു ഘട്ടത്തിൽ 10 രൂപ വീതം അടച്ച തൊഴിലാളിക്ക് 42 വർഷം അടയ്ക്കുമ്പോൾ റിട്ടയർമെൻറ്റ് 60,000 രൂപ കിട്ടുമെന്ന് 1986 ഗസറ്റ് നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുക. തുടർ വർഷങ്ങളിൽ 2008 നമ്മുടെ 10 രൂപ 20 രൂപ ആക്കി, 2020 അത് 50 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. ആ 50 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചപ്പോഴെടുത്ത ഗസറ്റ് വിജ്ഞാപനത്തിൽ പരമാവധി 1.5 ലക്ഷം രൂപ എന്നൊരു പദത്തിനല്ല അപ്പുറത്തേക്ക് ഈ 60,000 പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് നാം തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മൾ ശക്തമായ പോരാട്ടങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ റിട്ടയർമെൻറ്റ് ആനുകൂല്യം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിലാണ് ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് മന്ത്രി ശിവൻകുട്ടി ഇടപെട്ട് നമുക്കത് പുനഃസ്ഥാപിച്ചു തന്നത്. ആ പുനഃസ്ഥാപിച്ച് തന്നപ്പോൾ 37 വർഷം സർവീസുള്ള ഒരു തൊഴിലാളിക്ക് 35,170 രൂപ റിട്ടയർമെൻറ്റ് കിട്ടിയിരിക്കെ, ആ കിട്ടിയ ആനന്ദത്തിലാണ് നാം ഇരിക്കെ ഇപ്പോഴായി ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്ന് ആദ്യമായി ഇതിൻ്റെ ID കാർഡ് വിതരണോദ്ഘാടനം നടന്നത് കേരളത്തിൽ, ഇത് കൊല്ലത്താണ്. അന്നത്തെ മന്ത്രിയായിരുന്ന കടവൂർ ശിവദാസൻ കൊടുത്ത ID കാർഡിൽ 13ാമത്തെ നമ്പരായി വന്ന മണികണ്ഠന് 16,947 രൂപ 39 വർഷത്തെ സർവീസിനെന്ന നിലയിൽ
ഇപ്പോൾ വിതരണം നടത്തിയിരിക്കുന്നു. ഇത് തികച്ചും അഹങ്കാരവും തികച്ചും തൊഴിലാളി വിരുദ്ധവുമല്ലേ? ഇത് ചെയ്ത ഉദ്യോഗസ്ഥനെ ഈ ഓണ അവധി കഴിഞ്ഞ് സർവീസിലേക്ക് അവൻ തിരിച്ച് ജോലി കയറുമ്പം ഇന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ഇടപെടുത്തി അവനെ തിരുത്തുകയും ചെയ്തില്ല എങ്കിൽ തയ്യൽ തൊഴിലാളികളുടെ സംഘബലം എന്താണെന്ന്, അവരെ ശക്തി എന്താണെന്ന് ഈ സർക്കാരും ഈ തൊഴിൽ വകുപ്പ് മന്ത്രി കാണാൻ പോകുന്നേ ഉള്ളൂ. അതിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ വിശദമായി നമ്മൾ നിവേദനത്തിലൂടെ മുഖ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ഒക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ഈ ഓണക്കാലത്തെ പെൻഷൻ വിതരണത്തിലും പല ആളുകളുടെയും പെൻഷൻ അയച്ചില്ല. ആളുകൾ തിരക്കി ജില്ലാ ഓഫീസിൽ ചെല്ലുമ്പം കിട്ടുന്ന മറുപടി ആധാരം കൊണ്ട് നിങ്ങൾ അതിൽ കറപ്ഷൻ ഉണ്ടായി. എന്ത് കറപ്ഷൻ? ഇന്ന് അഭിമാനത്തോട് പറയാം, രജിസ്ട്രേഷൻ നടപടി തൊട്ട് സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അംഗത്വ രജിസ്റ്ററുള്ള ഒരു ക്ഷേമനിധി ബോർഡിൽ കൃത്യമായി മസ്റ്ററിങ് നടത്തിയ തൊഴിലാളിക്ക് ഈ ഓണത്തിന് പെൻഷൻ വരാതിരുന്നതിൻ്റെ കാരണക്കാരും തീർച്ചയായും ഈ റിട്ടയർമെൻറ്റിൽ ഈ വഞ്ചന കാണിച്ച ഉദ്യോഗസ്ഥനെ പോലുള്ള ആരുടെയോ കറുത്ത കരങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിയന്തരമായി ഈ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ 5 വർഷം കിടന്ന് പോരാടി നാം നേടിയെടുത്ത നീതിയെ നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഈ പൊന്നോണ ദിവസത്തിൽ തന്നെ എനിക്ക് പറയേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. എന്ത് വന്നിരുന്നാലും നമ്മുടെ സംഘടനയുടെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കൊരു നഷ്ടബോധം ഉണ്ടായാൽ അത് നികത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംഘടനയ്ക്കുണ്ട്. ആ ബോധ്യത്തിൽ തന്നെ ഈ ഓണാവധി കഴിഞ്ഞാൽ ഇതിന് അടിയന്തര ഇടപെടലുകൾ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേരുന്നു.